ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നോക്കുക. സോ ഒന്നാമത്തെ കാര്യം എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു, എന്നാലും എസ്റ്ററിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്ററിനെ മേക്ക് ചെയ്യുന്ന പ്രോസസ് ആണ്. എസ്റ്ററിനെ എങ്ങനെയാ മേക്ക് ചെയ്യുക? ഒരു കാർബോക്സിലിക് ആസിഡും അതിന്റെ കൂടെ ഒരു ആൽക്കഹോളോട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ഒരു കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളോട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എസ്റ്റർ കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു. നമ്മൾ എപ്പോഴും എസ്റ്ററിഫിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം എഴുതേണ്ടത് കാർബോക്സിലിക് ആസിഡാണ്. ഞാൻ ഇവിടെ എടുക്കുന്ന കാർബോക്സിലിക് ആസിഡ് CH3COOH എത്തനോയിക് ആസിഡ് എടുക്കുന്നു. ഓക്കെ അല്ലേ? പ്ലസ് ആൽക്കഹോള്, ഏതെങ്കിലും ഒരു ആൽക്കഹോള്, സപ്പോസ് എത്തനോൾ എടുക്കുന്നു. എത്തനോൾ എന്ന് പറഞ്ഞാൽ CH3CH2OH ആണ്. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഇതിനെ തിരിച്ചായിരിക്കും എഴുതുക. എസ്റ്ററിഫിക്കേഷൻ എഴുതുമ്പോൾ തിരിച്ചായിരിക്കും എഴുതുക. എങ്ങനെ? OH, CH2, CH3. ഓക്കെ, ഇതിനെ റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് പ്രസൻസ് ഓഫ് H2SO4. എന്താ പ്രസന്റ്? H2SO4 പ്രസന്റ് റിയാക്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, H2SO4 പ്രസന്റിൽ റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. എന്തിനു വേണ്ടി? ശ്രദ്ധിക്കാം. നമുക്കറിയാം, ഈ H2SO4 എന്ന് പറയുന്ന ഇവൻ H2SO4 എന്ന് പറയുന്ന ആള് എപ്പോഴും ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ആളാണ്. എപ്പോഴും വെള്ളത്തിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ H2SO4 വന്നതിന്റെ അർത്ഥം ഇവിടെ നിന്ന് വെള്ളത്തിനെ വലിച്ചെടുക്കും. സോ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? H2O ആണ് അല്ലെ? അഥവാ Hഉം OHഉം ആണ്. സോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും Hഉം OHഉം ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാൻ ആര് നോക്കും? വാട്ടർ നോക്കും. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ H ഉണ്ട്. അപ്പൊ ഇതെന്താ ചെയ്യുക? ഈ ഒരു സാധനത്തിനെ ഒഴിവാക്കി ബാക്കി ഈ ഒരു സാധനത്തിനെ വലിച്ചങ്ങെടുക്കും. ബാക്കി ഇനി ആരൊക്കെ ഉണ്ട്? ഇതാ ഇവൻ ഇവൻ ആരാ? CH3COO. ഇനി ബാക്കി ആരാ ഉള്ളത്? ഇവൻ CH2CH3. ഇതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്ററിഫിക്കേഷൻ. ഈ കിട്ടിയ സാധനമാണ് എസ്റ്റർ. ഇനി ഇതിന്റെ പേരെന്താ? ഓക്കെ, പേര് കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു COO വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് രണ്ടാൾക്കാരാണ്. COO വരുന്ന പോർഷനിൽ വെച്ച് എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. ഈ നമുക്ക് പേരിട്ട് തുടങ്ങേണ്ടത് ഇവിടുന്നാണ് നമുക്ക് പേരിട്ട് തുടങ്ങേണ്ടത്. ഓക്കെ അല്ലേ? സോ ഇത് ഇവിടെ ആരൊക്കെ ഉണ്ട്? മെത്തുണ്ട്, എത്തുണ്ട് അല്ലെ? രണ്ട് കാർബണല്ലേ ഇത്? മെത്ത്, എത്ത്. അപ്പോ ഇതിന്റെ കൂടെ ഒരു അയില് ചേർക്കുക. ഇവിടെ കിട്ടുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് എത്താണ് കിട്ടിയത്. ഈ എത്തിന്റെ കൂടെ അയില് ചേർക്കുക. ഈ തൈൽ. ഇവിടെ ആരാ ഉള്ളത്? മെത്ത്, എത്ത്. OH ചേർക്കുക. എത്തനോയേറ്റ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഇവിടെ ഇവിടെ കിട്ടുന്ന ആളുടെ കൂടെ, അതായത് സിയോടെ അപ്പുറം കിടക്കുന്ന പോർഷൻ ഇല്ലേ, അവിടെ കിട്ടുന്ന ആളുടെ കൂടെ അയില് ചേർക്കുക. ഇവിടെ കിട്ടുന്ന ആളുടെ കൂടെ OH ചേർക്കാം. ഈഥൈൽ എത്തനോയേറ്റ്. പറഞ്ഞ മനസ്സിലായി? ഒരെണ്ണം കൂടെ ഞാൻ പേരിട്ട് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്. സപ്പോസ് ഇതാണ് എന്റെ കയ്യിൽ വിചാരിക്കുക. CH3COO CH3. ഞാൻ എന്താ പറഞ്ഞത്? COO അവിടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന ആളുടെ കൂടെ അയില് ചേർക്കാം. ഇവിടെ ഇരിക്കുന്ന ആളുടെ കൂടെ OH ചേർക്കാം. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? ഇവിടെ ഇരിക്കുന്ന ആളാരാ? ഇത് മെത്ത്. ഇത് മെത്ത്, എത്ത്, പ്രൊപ്പ്. കണ്ടോ? അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? മീഥൈൽ. ഇതിന്റെ കൂടെ OH. പ്രൊപ്പാൻ OH. അങ്ങനെയാണ് എസ്റ്ററിന് പേര് കൊടുക്കുക. ഓക്കെ, സിലബസിൽ ഇല്ല. ഇനി നിങ്ങൾ കഷ്ടകാലത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആളുടെ കൂടെ അയില് ചേർക്കുക. ബാക്കി COOടെ കൂടെ ഇരിക്കുന്ന ആളുടെ കൂടെ OH ചേർക്കുക. അല്ലേ? ഇതിന്റെ കൂടെ അയില്, ഇതിന്റെ കൂടെ OH. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ, നമുക്കൊരു എസ്റ്റർ തന്നിട്ട് ഇത് ഏതൊക്കെ ആൽക്കഹോളിൽ നിന്ന് ഏതൊക്കെ കാർബോക്സിലിക് ആസിഡ് നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു എസ്റ്റർ തരുവാണ്. CH3CH2COO CH3. എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് എസ്റ്റർ എന്ന് പറയുന്ന സാധനം ഒരു ആൽക്കഹോളിൽ നിന്നും അല്ലെങ്കിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്ന ഡൗട്ടില്ലല്ലോ. ഇത് ഏത് ആൽക്കഹോളിൽ നിന്നാണ് ഏത് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കുന്നത് അതറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ COOടെ അവിടെ വെച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. കണ്ടോ? COOടൊക്കെ അവിടെ ഒരു Hഉം ഈ CH3യുടെ അവിടെ ഒരു OHഉം കൊടുക്കുക. വളരെ സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയാം. COOടെ അവിടെ വെച്ച് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് COOക്ക് ഒരു Hഉം ഇവിടെ ഒരു OHഉം കൊടുക്കുക.
ഇതെന്തുവാടാ? മെത്ത് എത്ത് പ്രൊപ്പനോയിക് ആസിഡ്. ഇതെന്തുവാടാ? മെത്തനോൾ. കണ്ടോ? ഏതൊക്കെ ആസിഡാണ് ഏതൊക്കെ ആൽക്കലി എന്ന് കിട്ടില്ല. ഒരെണ്ണം ചെയ്ത് കാണിച്ചുതരാം. CH3, CH2, COO, അല്ലെ വേണ്ട, CH3, COO, CH2, CH3. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞേ? COO അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? COOക്ക് ഒരു എച്ചും ഇവനൊരു OH കൂടെ കൊടുക്കുക. ഓക്കെ, ഇതിന്റെ പേരെന്തോ? മെത്ത് എത്ത് എത്തനോയിക് ആസിഡ്. ഇതിന്റെ പേരെന്താ? മെത്ത് എത്ത് എത്തനോൾ. കണ്ടോ? ഈ എസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എത്തനോയിക് ആസിഡിൽ നിന്നും എത്തനോളിൽ നിന്നുമാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ വിചാരിക്കുന്നു? ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടോപ്പിക്കിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പ്രതീക്ഷിക്കാൻ പറ്റുക.